ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സുറിയാനി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന സഭകളിൽ വലിയ നോമ്പ് ആരംഭിക്കുന്നത് ആദ്യ തിങ്കളാഴ്ചത്തെ നിരപ്പിന്റെ ശുശ്രൂഷയോടുകൂടിയാണ്. ശുബക്കോനോ. ശുബക് എന്ന സുറിയാനി മൂലപദത്തിൽ നിന്നാണ് ശുബക്കോനോ എന്ന പദത്തിന്റെ ഉത്ഭവം. ഇതിന് നിരപ്പ്, അനുരഞ്ജനം, വിമോചനം എന്നെല്ലാമുള്ള അർത്ഥതലത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. കാണപ്പെടുന്ന സഹോദരനുമായുള്ള അനുരഞ്ജനമാണ് കാണപ്പെടാത്ത ദൈവത്തിങ്കിലേക്കുള്ള ആദ്യ വഴിയായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ നാം ആരാധനയ്ക്കും ഉപവാസത്തിനും ദാനാർപ്പണത്തിനും ഒരുങ്ങുമ്പോൾ ഭിന്നിച്ചിരിക്കുന്ന സ്വന്തം സഹോദരനോട് നിരപ്പ് പ്രാപിപ്പാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 23-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഇന്നത്തെ ചിന്താവിഷയം നോമ്പ് അനുരഞ്ജനത്തിന്റെ വഴികളിലൂടെ. യേശുക്രിസ്തുവിന്റെ ചരിത്രം ക്രമീകൃതമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷമാണ് മത്തായി എഴുതിയ സുവിശേഷം. ദൈവരാജ്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെ സാധാരണക്കാരന് മനസ്സിലാക്കുന്നതിന് കർത്താവിന്റെ ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്നു. 5-ാം അധ്യായം 21-ാം വാക്യം ആരംഭിക്കുന്നത് ന്യായപ്രമാണത്തിലെ 6-ാം കൽപ്പനയായ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ എത്ര ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുവാൻ ജീവൻ തന്നവന് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന കാര്യം മറന്നുപോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൊല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാണ്, അവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് വ്യക്തമാക്കുന്നു. ഈ ന്യായപ്രമാണത്തോട് ചേർന്ന് യേശു ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറയുന്നു. സഹോദരനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവനെല്ലാം ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നും അതുപോലെ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നും യേശു പറയുന്നു. ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അനുരഞ്ജനത്തിന്റെ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് അനുരഞ്ജനം സാധ്യമാകുന്നത്? ഒന്നാമതായി പരസ്പരം അംഗീകരിക്കുന്നതിലൂടെ. ഒരാളെ അംഗീകരിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടായി ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഉന്നതമായ ഒരു സ്ഥാനം ലഭിച്ചാൽ അംഗീകരിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ നാം അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരാളെ നാം അംഗീകരിക്കുന്നതിലൂടെ നമ്മുടെ വില ഒട്ടും കുറയുന്നില്ല. ചെറിയവനെ അംഗീകരിക്കുന്നതിലൂടെ നാം ദൈവത്തെ അംഗീകരിക്കുന്നതിന് സമം ആകും. 23-ാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ വഴിപാട് അർപ്പിപ്പാൻ വരുമ്പോൾ എൻ്റെ സഹോദരനോട് എനിക്ക് വിദ്വേഷമോ പകയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ സഹോദരനോട് നിരന്നതിന് ശേഷം മാത്രം വഴിപാട് അർപ്പിപ്പാൻ സാധ്യമാകൂ. എൻ്റെ സഹോദരന് എൻ്റെ ഭാഗത്തു നിന്നും വല്ല പ്രയാസവും ഉണ്ടായാൽ അത് ഞാൻ മനസ്സിലാക്കി അതിനെ അംഗീകരിക്കണം. അതിലൂടെ സഹോദരനുമായി നിരന്നതിന് ശേഷം മാത്രമേ ദൈവസന്നിധി നിൽപ്പാൻ നമുക്ക് അർഹതയുള്ളൂ. പരസ്പരം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ അനുരഞ്ജനം അർത്ഥപൂർണമാകുകയുള്ളൂ. രണ്ടാമതായിട്ട് ആത്മാർത്ഥമായ ക്ഷമയിലൂടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. തെറ്റുപറ്റിയാൽ ഒരു വാക്ക് സോറി പറയുവാൻ നമുക്ക് ഇടയാകണം. ഒരു ക്ഷമ ചോദിക്കുന്നതിലൂടെ എത്ര വലിയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. ഭവനങ്ങളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഇടവകളിൽ മുതലായ സ്ഥലത്ത് ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളും ഒരു ക്ഷമ ചോദിക്കുന്നതിലൂടെ അവസാനിപ്പിക്കുവാൻ സാധിക്കും. 25-ാം വാക്യത്തിൽ നിന്റെ പ്രതിയോഗിയോടുകൂടി വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക എന്ന് പറയുന്നു. മറ്റുള്ളവരുമായി ഒരു പ്രയാസമുണ്ടാകുമ്പോൾ തന്നെ അത് ക്ഷമയോടെ പരിഹരിക്കുവാൻ സാധിക്കണം. ഒരു സോറി പറയുന്നതിലൂടെ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് മാത്രമല്ല, അനുരഞ്ജനത്തിന്റെ അനുഭവത്തിൽ കൂടി പ്രവേശിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ പരസ്പരം അംഗീകരിക്കുന്നതിലൂടെ, ആത്മാർത്ഥമായി ക്ഷമിക്കുന്നതിലൂടെ അനുരഞ്ജനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.